ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഫോർഡബിളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളാട്ടാ കാണിക്കുന്നത്. അവിടുത്തെ റൂമും അവിടെ ചുറ്റുപാടും കാര്യങ്ങളും നല്ല ബാൽക്കണി വ്യൂ ഒക്കെ ഉള്ള അടിപൊളി റിസോർട്ടാട്ടോ. അത് ഭയങ്കര അഫോർഡബിളായിട്ടുള്ളൊരു സ്റ്റേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സ്പെഷ്യലായിട്ട് വീഡിയോ എടുത്ത് വെച്ചത്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല റൂമാണ്. നമ്മളിവിടെ എത്തിയപ്പോൾ ഭയങ്കര രാത്രിയായി പോയിട്ടാണ്. അതുകൊണ്ട് തന്നെ റൂമൊക്കെ നല്ല ഇരുട്ടാണ്. അപ്പോൾ ഞാൻ രാത്രി അതിൻ്റെ ബാൽക്കണി വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഭയങ്കര വളരെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ഒരു റിസോർട്ടാട്ടോ അത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. പിറ്റേ ദിവസം ആയപ്പോഴാണ് ആശ്വാസമായത് ഈ വ്യൂ ഒക്കെ ഒന്ന് കണ്ടപ്പോൾ. രാത്രി ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് വന്നുകൊണ്ട് തന്നെ വന്ന പാടെ നമ്മളെല്ലാവരും ഉറങ്ങിയിട്ടാണ്. പിന്നെ രാവിലെ നേരത്തെ എണിച്ച് വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതിയാണ്. കുറച്ച് വൈകിപ്പോയി എണിക്കാൻ. എന്നാലും നമുക്ക് 10 മണിക്ക് മുന്നായിട്ട് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഒരു വ്യൂ നോക്കി, ബാൽക്കണി വ്യൂ ആണിത്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, ഫുള്ള് ഏലത്തോട്ടാണ് കേട്ടോ ഇവിടെ. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ. ഇതിൽ തന്നെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടുള്ള ഒരു വീഡിയോയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ലേറ്റായിട്ട് വന്നുകൊണ്ട് തന്നെ രാത്രി വീഡിയോ അത്ര വലിയ ക്ലിയർ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പകൽ അതിൻ്റെ ബാൽക്കണി വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഇങ്ങനെ നടന്നു. ഇതുപോലെയാണ് കേട്ടോ. റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഈ ബാൽക്കണി വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ എത്തിയ ടൈമിൽ റൂമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയെങ്കിലും പെട്ടെന്ന് ഭയങ്കര നിശബ്ദത ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പേടി പോലെ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകണമെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒക്കെ ഒരു തോട്ട് വന്നിട്ട്. കാരണം ഇത് ഒരുപാട് ഉള്ളിലേക്ക് വന്നിട്ടാട്ടോ ഈ ഒരു റിസോർട്ട് സ്റ്റേ ചെയ്യുന്നത്. കുറേ ഉള്ളിലേക്ക് വന്ന് രാത്രി എനിക്ക് പേടിയായി പോയി. ഇത് എവിടേക്കാ പോകണമെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത പോലെ തോന്നി. അത്രക്കുള്ളിലേക്ക് വന്നിട്ട് ഒരു കുന്നിൻ്റെ മേലാണ് ഈ റിസോർട്ട് സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര പേടിയുള്ളൊരു ആളാട്ടാണ്. നമുക്ക് വീട്ടിൽ തിരിച്ചു എത്തണ വരെ ഒരു നെഗറ്റീവ് എനർജിയാണ് എനിക്ക് സത്യം പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് അവരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പകലത്തെ മൊത്തത്തിലുള്ള വ്യൂ. നമ്മൾ അവിടെ നിന്നേ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടേക്ക് കയറി വരണം കേട്ടോ. അങ്ങനെ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ 2 ഫ്ലോറിലായിട്ടാട്ടാ ഈ ഒരു ബിൽഡിങ് നിൽക്കുന്നത്. റൂമൊക്കെ ഒരേ വ്യൂ തന്നെയാണ് കേട്ടോ എല്ലാ റൂമും. ഇവിടെ നിന്ന് മൊത്തം അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഫുള്ള് ഏലത്തിൻ്റെ തോട്ടാട്ടോ. ഏലത്തിൻ്റെ ഒരു കാട് തന്നെയാണിത്. ഒരു എന്തെന്നാ പറയുക, സത്യം പറഞ്ഞ ഒരു കാടിൻ്റെ ഉള്ളിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ട മേലെ കാണുന്ന 3 റൂമുണ്ട് കേട്ടോ. മേലെ താഴെയും ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇതിലേക്കൂടെ പോകുന്നുണ്ട് കേട്ടോ. വല്ലാണ്ട് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ഈ പൂക്കളുണ്ടല്ലോ, ഇതൊന്നും ഇവർ കുഴിച്ചിട്ടിരിക്കണമെന്നില്ല, കല്ലുമെന്ന് തന്നെ മുളച്ചുണ്ടായിരിക്കണതാണ്. ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. പിന്നെ ഇതാ ഏലക്കായ നിൽക്കണ കണ്ടില്ലേ, മൊത്തം ഏലക്കായ കായ്ച്ച് നിൽക്കണുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏലക്കായ ഒക്കെ പൊട്ടിക്കാൻ അടിക്കിട്ടേ പൊട്ടിച്ചോളൂ. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിവിടെ വന്നത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവരെ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവരെ ഹോം മെയ്ഡ് ഫുഡാട്ടോ, ഇവരെന്നെ ഉണ്ടാക്കി തരുന്ന ഫുഡാണ്. പൂരി, ചപ്പാത്തി, പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങ് കറി, സാമ്പാർ, ഇതൊക്കെ ആയിരുന്നു കേട്ടോ. 10 മണിക്ക് മുന്നേ നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഒന്നും കൂടിയും പകലുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ റൂമിൻ്റെ. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ തന്നെ വീടല്ല റൂമൊന്ന് വൃത്തിയായിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ബെഡ്, ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു എക്സ്ട്രാ ബെഡൊക്കെ തരും കേട്ടോ. ഇതാണ് ടോട്ടലി കയറി വന്ന് നേരെ ബാൽക്കണി. ഒന്നും കൂടി ഞാനൊന്ന് കാണാൻ വേണ്ടി രണ്ടാമത് വന്ന് എടുത്തതാട്ടെ ഈ വീഡിയോ. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. 10 മണിക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഏലത്തോട്ടം തന്നെയാണ്. ഏലത്തോട്ടം എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഏലക്കായുടെ ചെടി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉള്ളിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് ഏലത്തോട്ടാണ് കേട്ടോ. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ഇത് നമ്മളെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ മൂന്നാറിലത്തെ. അപ്പോൾ ലാസ്റ്റ് സ്ഥലമാണിത്. ഇതും കൂടി കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകാമെന്നുള്ളൊരു
പ്ലാനിങ് ആണ്. ഇതെങ്ങനെ ജസ്റ്റ് ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ഗാർഡൻ ഉണ്ടെന്ന് കണ്ടപ്പോൾ കയറിയതാണ് കേട്ടോ. പക്ഷേ നല്ല ഗാർഡൻ ആയിരുന്നു. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് സെറ്റപ്പോട് കൂടിയിട്ടുള്ളൊരു ഗാർഡനാണ്. നല്ലൊരു വ്യൂ ഉണ്ട് ഈ ഒരു ഗാർഡന്. അപ്പുറത്തിപ്പുറത്തൊക്കെ നല്ല മലകളും പിന്നെ പോരാത്തിന് ചെറിയൊരു അരുവിയൊക്കെ അതിൻ്റെ സൈഡിൽ പോകുന്നുണ്ട്. ഈ ഗാർഡൻ ഞാനങ്ങനെ വൈഡായിട്ടൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഭംഗി കണ്ടപ്പോൾ ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചതാണ്. നല്ല കുറേ ഏരിയ ഉണ്ട് ഈ ഗാർഡനിന്. കുറേ കളിക്കുന്ന ഇതുകളുണ്ട് കുട്ടികളുടേത്. നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാനും കുറേ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. നല്ല നല്ല വെയിലായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ. നല്ല തണലത്ത് വരണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വൈബടിക്കാൻ പറ്റിയൊരു ഗാർഡനാണ്. പിന്നെ ഇവിടെ ആയതുകൊണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് മൂന്നാറായതുകൊണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.